ഹായ് 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 ഫ്രണ്ട്സ്, ഞങ്ങളുടെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈകിട്ടൊരു ഈവനിങ് ബ്ലോഗ് എടുക്കാമെന്ന് വെച്ചു. അത് അപ്പോൾ ഞാനിപ്പോൾ ഇത് ക്ലാസ് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ഞാനിവിടെ അടുത്ത് കോളേജിലാണ് പഠിക്കുന്നത്. അവിടെ ഈ പാരാമെഡിക്കൽ കോഴ്സ് ഇല്ലേ, ഈ MD MLT അതിൻ്റെ കോഴ്സാണ് പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ബ്ലോഗാണ് ഞങ്ങളുടെ ഇത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കുകയൊക്കെ ചെയ്യണം. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ബ്ലോഗ് ചമ്മലും കാര്യമൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് നല്ലപോലെ. അപ്പോൾ ഇന്നിൻ്റെ വൈകിട്ടത്തെ ബാക്കിയുള്ള കാര്യങ്ങൾ നാളത്തെ അതായത് രാവിലത്തെ കാര്യങ്ങൾ ഇന്ന് വൈകിട്ട് തന്നെ ഞാൻ ചെയ്ത് വെക്കും. നാളെ രാവിലെ എനിക്ക് ക്ലാസ്സിൽ പോകണ്ട, അപ്പോൾ ഇന്ന് തന്നെ എല്ലാം ഫുള്ള് ഞാൻ ചെയ്ത് വെക്കും. ചോറ് ഉണ്ടാക്കി വെക്കും, അങ്ങനെ കറികളും എല്ലാം. പിന്നെ രാവിലെ എല്ലാം ജസ്റ്റ് ഒന്ന് ചൂടാക്കി അങ്ങനെ കൊണ്ടുപോവാണ് ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കും, അത്രയേ ഉള്ളൂ ഞാൻ ചെയ്യണത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒരു ബ്ലോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ എന്തൊക്കെ പറയാ, നാട്ടിൽ മഴയൊക്കെ ഉണ്ടാവും. ഇവിടെ മഴയാണ് ഇപ്പം ചെറു തോന്നിയിരിക്കുക. ഞങ്ങൾ ഇവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അതിൻ്റെ മണ്ടയ്ക്ക് ടെറസിൻ്റെ മണ്ടയ്ക്ക് ഇപ്പോൾ താഴെ കറണ്ടില്ല, അപ്പം വെട്ടക്കുറവുണ്ട്. അപ്പോൾ അത് കാരണം ഞാനിവിടെ നമുക്ക് മേളിൽ പോയി ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മേളിൽ വന്നിങ്ങനെ ഷൂട്ട് ചെയ്യുക, വീഡിയോ എടുക്കുക. ഇവിടെ വന്ന് നല്ല വെട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെന്താ, പിന്നെ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം, അധികം ബോറടിപ്പിക്കാതെ. നമ്മളിവിടുത്തെ വിഷ്വൽസ് ചെറുതായിട്ടൊന്ന് കാണിക്കാം. ഇത് ഞങ്ങളുടെ ടെറസിൻ്റെ മണ്ടപോ. ഇവിടെ വൈകുന്നേരം സമയത്തൊക്കെ നല്ല കാറ്റ്, മിക്കവാറും ചായ കുടിക്കാനൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ ചായ കുടിക്കുന്നത് നല്ല ഇതാ. പിന്നെ വന്നാൽ ഇനി നമുക്ക് ഈ വീഡിയോയിലോട്ട് പോകാം. ശരി, നമുക്ക് താഴോട്ട് പോവാം. ഞങ്ങൾ ഇത് ബാക്ക്ഗ്രൗണ്ടൊക്കെയാ, വലിയ ഇതൊന്നുമില്ല, ചെറിയ മലകളൊക്കെ ചെറുതായിട്ടൊക്കെ കാണാം. ഞങ്ങൾ വൈകിട്ട് ചായ കുടിക്കാനൊക്കെ ഇവിടെ വന്നിട്ട് ചായ കുടിക്കാറുള്ളൂ. നല്ല കാറ്റാ. ആ കാണുന്ന മല ഉണ്ട്, അവിടുന്ന് ഇങ്ങനെ നല്ല കാറ്റ് ഇങ്ങോട്ട് ഇടിക്കും. പിന്നെന്താ, പിന്നെ ഞങ്ങൾ ചെറുതായിട്ട് ഞങ്ങൾ ഓരോ വിശേഷങ്ങളൊക്കെ കാണിക്കാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇവിടെ കറണ്ട് ഇല്ല. നമ്മളിപ്പോൾ നേരത്തേക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ കറണ്ട് ആൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ശരിയാക്കാനായിട്ട്. ഞാൻ ഇവിടെ കറണ്ട് വേഗത്തുന്ന ബൾബുണ്ടല്ലോ, അത് വിളിച്ച് അതിലേക്ക് ഇങ്ങനെ പുറകിന് ഇങ്ങനെ ടച്ച് ചെയ്ത് ഉണ്ടാകും. അപ്പോൾ തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്. അങ്ങനെ ഒരു കാര്യം. വെട്ടക്കുറവത്തിന് ക്ലാരിറ്റി വലിയ പ്രശ്നമുണ്ട്. വെട്ടം ഇല്ലാത്തതുകൊണ്ട് സന്ധ്യ സമയമല്ലേ. അപ്പം ഞങ്ങളൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. ഇത് ആവശ്യത്തിന് കത്തുമില്ല. ഇത് നേരെ മറിച്ച് ഇപ്പോൾ നമ്മൾ ബ്ലോഗ് എടുക്കുന്നുണ്ടോ ഇത് കത്ത, അല്ലെങ്കിൽ ഉണ്ടല്ലോ കറണ്ട് പോകുമ്പോൾ അപ്പം തന്നെ ഇത് മറ്റേ ഓൾറെഡി ഇട്ട് കത്തുന്നതാണോ. ഇപ്പം പിന്നെ ഞാനത് ഊരി എടുത്തിട്ട്, കാരണം ഇതിൻ്റെ പുറകെ കൊയിൻ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് കത്തുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ നോക്കിയപ്പം കോഴിനെ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. അപ്പോൾ ഞാൻ ചുമ്മാ ഇതിങ്ങനെ വിരലിങ്ങനെ വെച്ചപ്പോൾ ഇങ്ങനെ കത്തുന്നുണ്ട്. അതായത് ഈ തണുപ്പ് ചെല്ലുമ്പോൾ അതിങ്ങനെ കത്തുന്നതാണ്. കോഴിനൊക്കെ ഞാൻ കത്തും. പിന്നെ അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വീഡിയോ എടുക്കാം. ചില എന്തോ വേണി തോരൻ വെക്കാനാ. ഇപ്പൊ ഞങ്ങൾ വേങ്ങര പോയപ്പോ മേടിച്ചിട്ട് വന്നോ. പിന്നെ എങ്ങനെയുണ്ട്, വെട്ടം എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? ഈ നാണയം വെച്ചിട്ട് ഇങ്ങനെ കത്തിക്കണതേ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. എനിക്കും അറിയത്തില്ല. ഞാനൊരു സൈറ്റിൽ പോയപ്പോ ഇങ്ങനെ അവിടുത്തെ കാക്ക ഇങ്ങനെ കറണ്ട് ഇല്ലായിരുന്നു. അപ്പൊ അവിടെ ഇങ്ങനെ കറണ്ട് വന്ന ബൾബ് ഉണ്ടായിരുന്നു. ആ കാക്ക ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഈ കോയിൻ ഇങ്ങനെ പുറകെ വെച്ചിട്ട് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് അങ്ങനെ കാണിച്ചു. അന്നേരം എനിക്ക് മനസ്സിലായി കോയിൻ വെച്ചിട്ട് ഇങ്ങനെ. അപ്പം ഞാൻ ഇവിടെ കൊണ്ടൊരു ഷോയൊക്കെ കാണിച്ചു. ഞാൻ നാളായി. അപ്പോൾ ഇവിടെ എന്നെ ചോദിച്ചു ഇങ്ങനെയൊക്കെ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം അങ്ങനെയൊക്കെ പറ്റുമെന്ന് പറഞ്ഞു. എനിക്കും അറിയത്തില്ലായിരുന്നു. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യും. പിന്നെന്താ, ഇങ്ങനെ മീൻ മേടിച്ചില്ല. മീൻ എന്തോ മേടിച്ചത്? കോര കാണാൻ പറ്റുന്നുണ്ടോ? അതെ, കോര. ഇവിടെ വരുന്ന മലപ്പുറത്തൊക്കെ പറയുന്ന പുതിയാപ്പിള കോരയാണ്. അത് പലവരും പേരുകളുണ്ട്. കിളിമീന്, പുതിയാപ്പിള കോര. പിന്നെ ചെമ്പൂൻ അല്ല എന്താ പറയാ, ചുമന്ന കോര. ചുമന്ന കോരയല്ലേ? പിന്നെ സിലോപ്പി. ഓരോ നാട്ടിൽ ഓരോ ഇതല്ലേ. പക്ഷെ എനിക്ക് ഇത്തിരി ചിരി വന്നത് എന്താണെന്ന് അറിയോ, നമ്മുടെ നാട്ടിൽ CD എന്ന് പറയുന്ന മീനില്ലേ, അതിവിടെ ആനച്ചൂട്ടി അങ്ങനെ പറയണത്. എനിക്കിത് ഭയങ്കര ചിരി വന്നത് കേട്ടപ്പോ. ലൈറ്റ് ഉണ്ട് കേട്ടോ.
എന്നാ ഇനി ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിശേഷങ്ങളായിട്ട് ഇങ്ങനെ കാണിക്കാം കേട്ടോ. എന്നിട്ട് ബോറടിപ്പിക്കാതെ കേട്ടോ. കറണ്ട് വന്നു അത് ചെയ്യാണ്ട കേട്ടോ. മീൻ പൊരിച്ചിരിക്കുക, പാചകം ചെയ്തിരിക്കുക, മീൻ പൊരിച്ചിരിക്കുക. മീൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ കറിക്കും പിന്നെ നാളത്തേക്കുള്ള തോരനാണ്. അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഫ്രിഡ്ജിൽ വെക്കും അടച്ച്. പിന്നെ മീൻ വറക്കാന് നാളത്തേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. കോളേജിൽ ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരാളെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഒരാളും ഉണ്ട്, അവിടെ ഒരു തങ്കക്കുടം ഉണ്ട്, കാണിച്ചു തരാം. വാ അയാനെ, അയാൻ ഒരു ഹായ് എടുത്തേ. ഇതാണ് ഞങ്ങളുടെ തങ്കക്കുട കേട്ടാ. പേരായാൻ. മുടി വളർന്നായിരുന്നു എന്റെ. അപ്പൊ ഞങ്ങളിത് വേങ്ങര പോയപ്പോ കൊണ്ടുവന്ന് മുടിയൊക്കെ വെച്ച് അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അപ്പാർട്ട്മെന്റില്ല. അപ്പൊ ഇവിടെ ഇവന് പറ്റും പ്രായം അങ്ങനെ പിള്ളേരെയൊക്കെ കുറവാണ് ഉണ്ട്. എന്നാലും പതിരെയൊക്കെ ചെറിയൊരു ഇതൊക്കെയാണ്. കളിക്കാനൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെ വിടുന്ന കുറവായിരുന്നു. കുഞ്ഞായതുകൊണ്ട് ഞങ്ങൾ പിടിച്ചു വെച്ചേ. കുഴപ്പമില്ല. ഇത്തിരി LKG ഇപ്പോൾ വിട്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ചെറിയ മാറ്റങ്ങളൊക്കെ എന്തായാലും വന്നിട്ടുണ്ട്. പിന്നെ കുഞ്ഞാ എന്ത് ഫോണിലാ എനിക്ക് പറയാനാ? ഫോണിലാ മോനെ. ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ ഇവിടെ. ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. ഫാമിലിയൊക്കെ നാട്ടിലാ. എൻ്റെ ഇവിടേക്ക് മോൻ LKG പഠിക്കുന്നത്. ഇക്കാർക്ക് ഇവിടെ അടുത്ത് തന്നെയാണ് പണി. കൊണ്ടില്ലാത്ത അടുപ്പിന്റെ പണിയാ. പിന്നെ ഞാനും ഞാൻ പറഞ്ഞില്ലേ കോളേജിൽ പോകുന്നുണ്ട്. പിന്നെ ഞാൻ രാവിലെ 9 മണിയാകുമ്പോൾ പോകും. വൈകിട്ട് 4 മണിയാകുമ്പോഴാണ് വരുന്നത്. പിന്നെ പിറ്റേന്നേക്കുള്ള ഫുഡൊക്കെ തലേന്നേ ഉണ്ടാക്കി വെക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ ഓടൂല. രാവിലെ നമ്മൾ നേരത്തെ എഴുന്നേറ്റാലും കുറച്ച് മടിയൊക്കെ ആയിരിക്കും. പിന്നെ അങ്ങനെ ഒന്നും റെഡി ആവില്ല. നാളത്തൊക്കെ ഞാനും സഹായിച്ച കൊടുക്കണം, എന്നാലേ മുമ്പോട്ട് പോകത്തുള്ളൂ. എനിക്ക് രാവിലെ 9 മണിക്ക് പോകണേ. അപ്പോൾ അതിൻ്റെ കൂടെ ഇവന് കുഞ്ഞിനെ കൊണ്ടൊന്നാക്കണം. ഇവരെ ആക്കിയിട്ട് പിന്നെ കുഞ്ഞിനെ കൊണ്ടാക്കിയിട്ട് ആ വഴി ഞാൻ പോയി ഇവളെയും കൊണ്ടാക്കും. ഇവളെയും കൊണ്ട് കോളേജിൽ വിട്ടിട്ട് ആ വഴി എനിക്ക് പഠിക്കുക പോകാൻ. ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. കുഞ്ഞിടയ്ക്ക് അവൻ കിടന്ന് കരഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ ഒക്കെ ആക്കിയത്. കുഞ്ഞ് കിടന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങോട്ട്. അപ്പോൾ ഒച്ച അവൻ കരയുന്ന കാരണം എനിക്കൊക്കെ ഈ വോയിസിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഞങ്ങൾ പിന്നെ നേരെ വീണ്ടും കിച്ചണിലോട്ട് വന്നു. ഫാന് പിന്നെ പഴയ വഴി തന്നെ കുക്കിങ്ങിലോട്ട് പോയി. പിന്നെ ഞങ്ങൾക്ക് പറയാൻ പറ്റുന്ന സപ്പോർട്ട് കുറവാണ്. 136 സബ്സ്ക്രൈബ് ഉള്ളൂ. ഇനി നിങ്ങളുടെ സപ്പോർട്ടുകളൊക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പം എല്ലാവരും വീഡിയോ മാക്സിമം കണ്ട് മറ്റുള്ളവരിലോട്ടൊക്കെ എത്തിക്കുക. അങ്ങനെയൊക്കെ മെയിനായിട്ട് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റിലൂടെ ഒക്കെ അറിയിക്കുക. പിന്നെ ആദ്യമായിട്ടൊക്കെ ആയിട്ട് വ്ലോഗ് എടുക്കുന്നുണ്ട്. അതിൻ്റെ ആയിട്ടുള്ള ചെറിയ കുറ്റങ്ങളും അതൊക്കെ കാണും. എല്ലാവരും ക്ഷമിക്കുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങളെ അധികം ഇട്ട് ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെന്താ, എന്നാൽ ശരി.